ഇതിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് 2 മുട്ട, ചില്ലി, ഗാർലിക്, സ്വീറ്റ് കോൺ, കൊറിയാണ്ടർ ലീവ്സ്, ടൊമാറ്റോ, ചോപ്ഡ് ഓണിയൻസ്. പൗഡേഴ്സിൽ വരുന്നത് മാഗി മസാല, ചില്ലി പൗഡർ, സോൾട്ട്, ഒറിഗാനോ പൗഡർ, ചില്ലി ഫ്ലേക്സ് ആൻഡ് പെപ്പർ പൗഡർ. ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബട്ടർ. ആദ്യമായി 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. നന്നായി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിനുള്ള മസാലസ് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പ്, ചില്ലി പൗഡർ, മാഗി മസാല, പെപ്പർ പൗഡർ, ഒറിഗാനോ ആൻഡ് ചില്ലി ഫ്ലേക്സ്. ഇനി നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം. എൻ്റെ ഇപ്പം ഉള്ളത് കോണും ഓണിയനും ടൊമാറ്റോസും ആണ്. ഇതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, റെഡ് ഓർ ഗ്രീൻ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, ക്യാരറ്റ് ആഡ് ചെയ്യാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ടേസ്റ്റ്. കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, ടൊമാറ്റോ, ജിഞ്ചർ ആൻഡ് ചില്ലി, ഗാർലിക് ആൻഡ് ചില്ലി, ചോപ്ഡ് ഓണിയൻസ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പാൻ ചൂടാക്കാൻ വയ്ക്കുക. അതിനാവശ്യത്തിനുള്ള ബട്ടർ തേക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ തേക്കാം. എനിക്ക് വളരെ കുറച്ച് മതി, അതുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് റബ്ബ് ചെയ്യുന്നുള്ളൂ. ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ചീസൊക്കെ ഒന്ന് മെൽറ്റായാൽ നിങ്ങൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 2 മിനിറ്റ്. സോ 2 സൈഡ് കുക്കായ യു ക്യാൻ സെർവ് ഇറ്റ്. സോ നമ്മുടെ മസാല ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കണമെന്നാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് കൊണ്ട് റെഡി ആവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക. ബൈ. നമ്മുടെ മസാല ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അറിയിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ.